നസ്രാണി, നസ്രാണിന്റെ ചാരി സഞ്ചരിക്കുന്നവൻ. തനി നസ്രാണിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മാധുര്യമേ അത് ചിന്തയിലടങ്ങ സിന്ധു സമാനം. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മാധുര്യമേ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവേൻ, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും എന്ന തമ്പുരാന്റെ വാക്കുകളിൽ വിശ്വസിച്ച് അടിപതറാതെ മുൻപോട്ട് ചരിച്ച വ്യക്തിത്വങ്ങൾ നമുക്ക് മാതൃകയായി കൺമുൻപിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രാർത്ഥനകൾ എന്നും മനസ്സിന് ശാന്തിയും ശരീരത്തിന് സൗഖ്യവും നൽകുന്നതാണ്. സൃഷ്ടാവിന്റെ മുൻപിലുള്ള മനസ്സു തുറക്കൽ ആകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. എൻ്റെ പേര് റെമീജിയസ് മിച്ചാനിക്കൽ. ഞാൻ തലശ്ശേരി അതിരൂപതയിലെ തോമാവൂർ ഇടവക്കാരനാണ്. എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും 13 മക്കളാണ്. അതിൽ 10ാമത്തെ ആളാണ് ഞാൻ. പപ്പ മരിച്ചിട്ട് ഇപ്പോൾ 7 വർഷമായി. മമ്മി ഞങ്ങളുടെ കൂടെ ഉണ്ട്. മമ്മിക്ക് ഇപ്പോൾ 95 വയസ്സ് കഴിഞ്ഞു. ആ പ്രിയപ്പെട്ട മമ്മിയെ പരിചയപ്പെടാം. അവൻ വല്ലഭനല്ലോ ദയായെന്നുള്ളവൻ, ജഗനായി മഹാത്ഭുതങ്ങൾ ചെയ്തു നിന്നാനെ ഏകമായി വണങ്ങി പാടിടാമെന്ന്. പരിപാലകനല്ലോ സർവശക്തനല്ലേയോ, നിത്യം സ്നേഹമല്ലേയോ, സ്തുതി എന്നും അവന്. എൻ്റെ കണ്ണുകൾ ഞാൻ തുറക്കുന്നു, ഈശോമിശിഹായുടെ നാമത്തിൽ ഞാൻ എഴുന്നേൽക്കുന്നു. എൻ്റെ കർത്താവെ കിടക്കയെന്ന് എഴുന്നേൽക്കുന്ന പോലെ സകല ഭാവങ്ങളെയും വിട്ടുപേരിക്കുക, വീണ്ടും ഭാവത്തിൽ വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. മറിയമേണ്ടതല്ലേ അമ്മേ, ഇന്ന ദിവസം ജാവദോഷത്തിൽ നിന്നും ഭാവദോഷത്തിൽ നിന്നും കാര്യങ്ങളെ കാത്തിരടിച്ചുകൊള്ളണമേ. മമ്മിയുടെ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഭരണങ്ങാന ഇടവകയായിരുന്നല്ലോ. അന്നേരം രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പ് രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേൽപ്പിച്ച് പപ്പായും മമ്മിയും കൂടെ മക്കളെല്ലാവരെയും വിളിച്ചു കൂട്ടി നമുക്ക് ജപമാല ചെല്ലാമെന്ന് പറഞ്ഞ് ജപമാല ചെല്ലിക്കുകയും അതിനുശേഷം മിക്കവാറും ദിവസങ്ങളിൽ കുരിശിൻ്റെ വഴിയും ചെല്ലും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോവുക. ആ ഒരു ചൈതന്യം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്, അല്ലേ അമ്മയും? അതിനുശേഷം ഞാൻ ഓർക്കുന്നു, വൈകുന്നേരത്തെ ജപമാലയ്ക്കാണേലും വൈകുന്നേരത്തെ സമയത്ത് 7:30 പ്രാർത്ഥന ചെല്ലുക എന്നുള്ള പപ്പായ്ക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു. അതെല്ലാവരും അന്നേരം ഉണ്ടായിരിക്കണം. എന്ത് പണി കണ്ടില്ല ആ സമയത്ത് ഓടി വന്നിരുന്ന് ആ ജപമാലയിൽ എല്ലാവരും പങ്കെടുക്കണം. ഈ പ്രാർത്ഥന ചെല്ലുന്ന കാര്യത്തിൽ അല്ല സമയനിഷ്ഠയുടെ കാര്യത്തിൽ പപ്പായ്ക്ക് പ്രത്യേക നിർബന്ധം ഉണ്ടായിരുന്നു. ഒരിക്കലും വീട്ടിലൊരു കല്യാണം നടക്കുന്നു. ആ കല്യാണ സമയത്ത് നമുക്കറിയാം, കല്യാണത്തിന് തലേ ദിവസങ്ങളിൽ വീട്ടിൽ ഇന്നത്തെ പോലെ കാറ്ററിംഗ് സർവീസ് ഒന്നും അറിയില്ല. വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ബന്ധുക്കാരും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. തിരക്കുകളാണ്, പുറത്ത് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് സമയമായപ്പോൾ പപ്പ പറഞ്ഞു, പ്രാർത്ഥന സമയം എല്ലാവരും വരിക, വേറെ ആരും ഒന്നും നോക്കാനില്ല, ഒരു പ്രശ്നവുമല്ല, ആൾക്കാർ എത്ര ഉണ്ടെങ്കിലും ആൾ കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും പപ്പ ആ സമയത്ത് തന്നെ കുരിശുവരെ ആരംഭിച്ചിരുന്നു. പപ്പ തുടങ്ങി കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മമ്മിയും ഞങ്ങൾ ഓരോരുത്തരും എല്ലാവരും ഓടി വന്നിരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നിർബന്ധരാകുമായിരുന്നു. അത് ഞങ്ങൾക്ക് ഒരു ശീലമാകുകയും അല്ലെങ്കിൽ ആ പ്രാർത്ഥന സമയത്ത് ചെല്ലുന്നതിനൊക്കെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഒരു ബോധ്യം ലഭിക്കുകയായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴാണെങ്കിലും നമുക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങൾ മക്കളോട് അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ജപമാല ചെല്ലുക അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാര്യം നമുക്ക് ലഭിച്ചത് ഈ പപ്പായുടെയും മമ്മിയുടെയുള്ള നിർബന്ധപൂർവമായ അല്ലെങ്കിൽ ആ പ്രാർത്ഥന ശൈലിയായിരുന്നു ഞാൻ പ്രത്യേകം ഓർത്തെടുക്കുകയാണ്. അതിന് കാരണക്കാരിയായിരുന്ന അമ്മയാണ് ഞാൻ ഓർക്കുന്നത്. അന്ന് നമ്മൾ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവരും കൂടി പാട്ട് പാടും. മമ്മിയിൽ നിന്ന് ഞങ്ങളെ പഴയ പാട്ട് പഠിച്ചത്. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മാധുര്യമേ അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മാധുര്യമേ. അമ്മി ഞങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കാര്യം ഞാൻ ഇപ്പോഴും ഓർത്തെടുക്കുക. അതൊരു ആഘോഷമായിരുന്നു. കാരണം ഓരോരുത്തരും മടിയിൽ കയറി ഇരിക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കുന്നു. അല്ലെങ്കിൽ അനിയന്മാർ, ഏറ്റവും ഇളയ അനിയന്മാർ സാധാരണ മടിയിരിക്കുക. അപ്പം മൂത്തവർക്ക് ഇരിക്കാനുള്ള ഒരു വാശിയുണ്ട്. അപ്പം മമ്മിയുടെ മടി കയറി ഇരുന്നുകൊണ്ട് പ്രാർത്ഥന പഠിപ്പിച്ച കാര്യങ്ങൾ, ഞങ്ങളെ നെറ്റിയെ കുരിശ് പഠിപ്പിച്ചതും
അത് കഴിഞ്ഞിട്ട് നന്മ നിറഞ്ഞോർമ്മ ജനിച്ചിരുന്നു, കൊഞ്ഞയോടുകൂടി അല്ലെങ്കിൽ ക്ലിയറായിട്ടല്ലാതെ ചെല്ലിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുക, സ്വർഗസ്നാഗതി എല്ലാനൊക്കെ പഠിച്ചതും അതൊക്കെ മമ്മി പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ അത് വളരെ ഉത്സാഹത്തോടെ പഠിപ്പിച്ചത് കൊണ്ട് ഞങ്ങളത് പഠിക്കുകയായിരുന്നു. തുറന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന ശൈലിയൊക്കെ മാറ്റം വരുന്നു. മമ്മി എഴുതി തന്ന പ്രാർത്ഥന വാർത്തിക്കാൻ പഠിക്കുന്നു. സ്വയപ്രേരിത പ്രാർത്ഥന അത് മമ്മി പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചത്. എഴുതി എടുക്കും കുറച്ച് പ്രാർത്ഥനകള്. എന്നിട്ട് നമ്മൾ ഗ്രൂപ്പിൽ പോയിരുന്നുണ്ട്, പ്രാർത്ഥിക്കും. അങ്ങനെയാണ് നമ്മള് പ്രാർത്ഥിക്കാൻ തന്നെ പഠിച്ചത്. അവിടുന്ന് പഠിച്ചത്. പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഓരോ കൂട്ടവും പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ മമ്മിയുടെ അല്ലെങ്കിൽ പപ്പായുടെ ഒക്കെ പ്രാർത്ഥനയുടെ ഒരു ശൈലിയും അതിൻ്റെ ഒരു പിൻബലവുമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. അന്ന് മമ്മി ഞങ്ങളെ പഠിപ്പിച്ച സൂർദീപങ്ങളൊക്കെ, ഈ സൂർദീപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നത് മമ്മി പറയുമ്പോഴാണ്. എനിക്ക് തോന്നുന്നത് 25 നോയമ്പും 50 നോയമ്പും, അതായത് ചെറിയ നോയമ്പും വലിയ നോയമ്പും, നോമ്പ് വീടലിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഈ സൂർദീപങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഓർത്തിരിക്കുന്ന സൂർദീപം എനിക്ക് തോന്നുന്നത് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോഴായിരുന്നു. അന്ന് മമ്മിയിൽ നിന്ന് കേട്ട ഒരു സൂർദീപം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അമ്മേന്റെ ആശ്രയമ്മയെ കുറിച്ചുകൊണ്ട് ഈശോയെ അങ്ങേ മുത്തുന്നു പരമനിവേകാരണത്തിന് നേരെ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. അത് ഇപ്പം മമ്മി പറഞ്ഞ അതേ സൂർദീപം തന്നെ. അത് അന്ന് മമ്മി പഠിപ്പിച്ച സൂർദീപമാണ്. കുളിരാലി വിറയ്ക്കുന്ന ഉണ്ണീശോ, ഇപ്പം മമ്മി പറഞ്ഞു തന്നെ, കുളിരാലി വിറയ്ക്കുന്ന ഉണ്ണീശോയെ അങ്ങ് ഞാൻ മുത്തുന്നു എന്നുള്ളത് 25 പ്രാവശ്യമെങ്കിലും ചെല്ലണം നമ്മൾ പറയുമായിരുന്നു. അത് 25 പ്രാവശ്യം എണ്ണി ചെല്ലുമായിരുന്നു. അപ്പോൾ ഈ കുളിരാലി വിറയ്ക്കുന്ന എന്ന് പറയുന്നത് പറയാൻ ഇത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ നാക്ക് വഴങ്ങലായിരുന്നു കുളിരാന്നൊക്കെ പറഞ്ഞ്. അത് പറഞ്ഞൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ സൂർദീപങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ അമ്മ എൻ്റെ ആശ്രമം, അത് ഇപ്പം പറഞ്ഞ എൻ്റെ അമ്മ എൻ്റെ ആശ്രമം എന്നുള്ള സൂർദീപം, അത് ഇപ്പം ഞങ്ങൾ അടുത്ത തലമുറ എൻ്റെ മക്കൾക്ക് ഞാനിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ ദിവസവും പറഞ്ഞു വിടുന്നത് അത് തന്നെയാണ്. ഇപ്പം ക്ലാസ്സിൽ ഇരുന്നതിന് മുമ്പ് 50 പ്രാവശ്യമെങ്കിലും ചെറിയ ക്ലാസ്സിൽ പോകാമെന്ന് പറയാറുണ്ട്. അത് അവൾ എല്ലാ ദിവസവും എല്ലാവരും ഉണ്ട്. ചില ദിവസങ്ങളൊക്കെ മറന്നു പോകുമ്പോൾ ഞാൻ കൊണ്ടേ വിടുമ്പോൾ ഞാൻ ഓർപ്പിക്കും. എൻ്റെ പേര് ടോം. എൻ്റെ അമ്മച്ചിയുടെ 13 മക്കളിൽ 11ാമനാണ് ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ നാട്ടിൽ ഭരണങ്ങാനത്തായിരുന്ന കാലം മുതൽ ഞങ്ങളുടെ ഒക്കെ ഓർമ്മയിൽ വരുന്നത് മമ്മിയുടെയും പപ്പയുടെയും പ്രാർത്ഥനാ ജീവിതമാണ്. രാവിലെ നേരത്തെ ഉണർന്നുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ മുടങ്ങാതെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുകയും തുടർന്ന് അന്നത്തെ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ജീവിതവുമാണ് ഞങ്ങൾ കണ്ടു വളർന്നത്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും സന്തോഷത്തിലും ദുഃഖത്തിലും ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകുവാനുള്ള വലിയൊരു പ്രചോദനം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പപ്പയും മമ്മിയുമാണ്. ആ പ്രാർത്ഥനാ ജീവിതം അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഓർമ്മയിലുള്ള ആ പ്രാർത്ഥനാ ജീവിതം ഇന്നും ഞങ്ങൾക്ക് ഇവിടെ മലബാറിലെത്തിയതിനു ശേഷവും അത് തുടർന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവകൃപയാൽ. കാരണം പ്രത്യേകിച്ച് വിശുദ്ധ ബലിയിൽ എല്ലാ ദിവസവും ഞങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള ദൈവകൃപ ലഭിക്കുന്നുണ്ട്. അത് അവരിൽ നിന്ന് കിട്ടിയ വലിയൊരു മാതൃകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഒന്നിച്ച് ഒരു ഭവനത്തിൽ കൂടും. അത് മറ്റ് പലർക്കും കിട്ടാത്ത ഒരു വലിയ ദൈവാനുഗ്രഹമായി ഞങ്ങൾ കരുതുകയാണ്. കാരണം പപ്പായ ഉണ്ടായിരുന്നു, പപ്പ മരിച്ചിട്ട് 7 വർഷമായി. പപ്പ ഉള്ള കാലം മുതൽ ഞങ്ങൾ മലബാർ വന്നിട്ട് 30 വർഷമായി. ആ കാലങ്ങളിലൊക്കെ അന്നും നാട്ടിൽ വന്നതിന് ശേഷം ഞായറാഴ്ചകളിൽ ഒരു വീട്ടിൽ ഒന്നിച്ചു കൂടും. 8 മണി ആകുമ്പോൾ കുടുംബ പ്രാർത്ഥന ആരംഭിക്കും. പപ്പായാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നത്, പപ്പായ ഉണ്ടായിരുന്നിടത്തോളം കാലം. അതിനുശേഷം 1 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞാൽ 1 മണിക്കൂർ സമയം എല്ലാവരും അത്യാവശ്യം ചർച്ചകളും സംസാരവും ഒക്കെയാണ് ആ ഒരാഴ്ചത്തെ വിഷയങ്ങൾ. അതിനോടൊപ്പം തന്നെ ലഘു ഭക്ഷണവും ഉണ്ടാകും ചെറിയ തോതിൽ. അപ്പം പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ സ്തുതി ചൊല്ലി കഴിയുമ്പോൾ ഏത് വീട്ടിലാണോ പ്രാർത്ഥന നടക്കുന്നത് ആ വീട്ടിലുള്ളവർ നടുക്ക് വന്ന് മുട്ടിന്മേൽ നിൽക്കും. പപ്പ അവരുടെ തലയിൽ കൈകൾ വെച്ച് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ബാക്കി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന ബാക്കി എല്ലാവരും കൈകൾ നീട്ടി അവരുടെ നേരെ കൈകൾ നീട്ടി നിർത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് പപ്പ പ്രാർത്ഥിക്കും.
ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു പ്രത്യേകതയാണ്, ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ഓരോ വീടുകളിൽ മാറി മാറി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ കൂട്ടായ്മ വലിയൊരു അനുഭവമാണ്. മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം അടുത്ത ഒരു ഞായറാഴ്ച ആകാൻ വേണ്ടി അവർ നോക്കിയിരിക്കും. അതുപോലെ ഒത്തിരി സന്തോഷമുള്ള, അത് മക്കൾക്ക് പ്രാർത്ഥനാ ചൈതന്യം ഉണ്ടാകാനായിട്ടൊരു കാരണമായി തീർന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും തന്നെ മക്കളും എല്ലാവരും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്. അതിനൊക്കെ ഒരു താല്പര്യം ഉണ്ടായതും പപ്പയുടെ മമ്മിയുടെയും ഈ പ്രാർത്ഥനയും അവര് ആദ്യം തന്നെ പള്ളിയിൽ പോകുന്നത് കാണുന്നതും ഒക്കെയായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഒരു പ്രത്യേകതയായിരുന്നു തിരുമണിക്കൂർ ആരാധന എന്ന് പറയുന്ന സംഭവം. അതെനിക്ക് തോന്നുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും 1 മണിക്കൂർ സമയമെങ്കിലും മമ്മിയുടെ ഒരു പുസ്തകമുണ്ട്, തിരുമണിക്കൂറിൻ്റെ ഒരു പുസ്തകം. ആ പുസ്തകം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വിളിച്ചിരുത്തി 1 മണിക്കൂർ നേരം മമ്മി ഞങ്ങൾക്ക് അത് നേർന്നു നൽകുമായിരുന്നു. തിരുമണിക്കൂർ ആരാധന എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് ആദ്യമേ 24 ആരാധനയുണ്ട്. 24 അത് വായിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടും. തവിലെന്നും എന്റെ ആശ്രയം കർത്തൃസേവയെന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നേടേലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. അത് എൻ്റെ ഓർമ്മ വരുന്ന ഇതാണ്, ലോകത്തിൽ ഈശോയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി കൂടി ഞങ്ങളങ്ങെ ആരാധിക്കുന്നു എന്നുള്ള ഒരു വാക്കായിട്ടാണ് എൻ്റെ വരുന്നത്. അതായത് അങ്ങേ സ്തുതിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, അങ്ങേ ബഹുമാനിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങളങ്ങ് ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം വരുന്ന രീതിയിലുള്ള ആരാധനാ ശൈലിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് നമുക്ക് പല ആരാധനയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നവീനിലേക്ക് വന്നപ്പോഴൊക്കെ എനിക്ക് ആ പ്രാർത്ഥന ശൈലിയിലേക്ക് ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് മമ്മിയുടെ ആ പ്രാർത്ഥന ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴും വരുന്നുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവോ? ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, ബലവാനേ അങ്ങ് പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ അങ്ങ് പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച ഈശോയെ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്ര, സർവ്വചരാചരങ്ങളുടെ സൃഷ്ടികർത്താവേ, രക്ഷക, രാജാവേ, ഗുരുവേ, ഭക്ഷണമേ, പാനീയമേ, സമസ്തമേ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അന്നത്തെ ആ പ്രാർത്ഥനയുടെ ഫലം അത് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുക. കാരണം ഞങ്ങളുടെ സഹോദരങ്ങൾ ഇപ്പം ഞാൻ അറിയാം, മലബാറിലുള്ള 6 സഹോദരങ്ങളും എല്ലാ ദിവസവും തന്നെ ദേവാലയത്തിൽ പോകുന്നവരാണ്. അത് ദേവാലയത്തിൽ പോകുക എന്ന് പറയുന്നത് അത് അതിൻ്റെ ആ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നു തന്നെ. ഞാൻ പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ കാണുന്ന എൻ്റെ സഹോദരന്മാരെല്ലാം തന്നെ ഏതെങ്കിലും ഭാഗത്തായിട്ടുണ്ടാവും. ഇതാരും പറഞ്ഞു വിട്ടിട്ടോ നിർബന്ധിച്ചിട്ടുമല്ല, ഇത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. കാരണം ആ പ്രാർത്ഥനാ ചൈതന്യമാണ് ഞങ്ങളുടെ മക്കൾക്കും കൊടുക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ജപമാല ചെല്ലണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ ജപമാല ചെല്ലുമ്പോൾ നമ്മുടെ മക്കളും കൂടുതൽ വന്ന് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും പ്രാർത്ഥന ഒരു പ്രഹസനമായിട്ടോ അല്ലെങ്കിൽ ചടങ്ങായിട്ടോ പോകുന്നുണ്ടെങ്കിൽ പലപ്പോഴും ചില വീടുകളിലൊക്കെ സന്ധ്യാപ്രാർത്ഥന നിന്നുപോയെന്നവർ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രാർത്ഥനയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ പ്രാർത്ഥന ചൈതന്യമാണ് ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത്. മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കുന്ന പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ 2 സഹോദരന്മാർ കോൺവെന്റിലുണ്ട്. അവരെയൊക്കെ ദൈവവിളിക്ക് സഹായിച്ചത് ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ഇപ്പോൾ തുറന്നുള്ള പ്രാർത്ഥനയാണെന്നാണ്. അത് നിലനിൽക്കാൻ സഹായിക്കുന്നതൊക്കെ ഈ പ്രാർത്ഥനയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാത്തിനും പ്രാർത്ഥനയെല്ലാം ഞങ്ങളെ സഹായിച്ച മാതാപിതാക്കൾക്കും സഭയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. കാണുന്നില്ലയോ നിങ്ങൾ ക്രൂശിലീശോയെ, നമ്മൾ ചെയ്ത പാപത്തിന്റെ ഭാരമല്ലയോ തന്നെ ക്രൂശിലേറ്റേതും, നേരിൽ പാപം ചെയ്യുകയില്ല എന്നുറച്ചിടാം. കാണുന്നില്ലയോ നിങ്ങൾ ക്രൂശിലീശോയെ, കാൽക്കരങ്ങളാണികള ബന്ധിതനല്ലോ, നേരിൽ പാപം ചെയ്യുകയില്ല എന്നുറച്ചിടാം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊന്ന് മനനം ചെയ്താൽ നല്ലതായിരിക്കും. നന്ദിയില്ലാത്ത ഈ സമൂഹത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നായി നിലനിൽക്കുമെന്ന് പറഞ്ഞ പൂർവികരുടെ വാക്കുകൾ നമുക്ക് മറക്കാതിരിക്കാം. പ്രാർത്ഥനകൾ പ്രഹസനങ്ങൾ ആകുമ്പോൾ ഇനിയെങ്കിലും നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചെറുപ്പകാലഘട്ടത്തില് ഒരിക്കലും മറക്കാനാവാത്ത വലിയ സന്തോഷത്തിന്റെ അനുഭവങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ എന്തേരെ മാറ്റം വന്നു എന്നതാണ് അതിശയിപ്പിക്കുകയോ ചിലപ്പോഴെങ്കിലും സങ്കടപ്പെടുത്തുകയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു വൈദികനാണ്. എൻ്റെ പേര് ബെന്നി അച്ഛൻ എന്നാണ്. സത്യത്തില് ഞാനൊരു വൈദികനാകാൻ പ്രധാനപ്പെട്ട കാരണം എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും ചൈതന്യവും അഭിഷേകമൊക്കെയാണ്.
ഞാനിങ്ങനെ എപ്പോഴും ഓർക്കാറുണ്ട്. അതായത് ഈ സെമിനാറിലൊക്കെ പഠിപ്പിച്ച വൈദികര്, പ്രൊഫസേഴ്സൊക്കെ ഒത്തിരിയേറെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, അറിവ് ജ്ഞാനം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞു മനസ്സിലെ കിട്ടുന്ന ആഴമായ ചില ബോധ്യങ്ങളും ആ ബോധ്യങ്ങൾ രൂപപ്പെടുവാനായിട്ട് അതിൻ്റെ പിന്നിൽ വരുന്ന ചില ജീവിത അനുഭവങ്ങളുമാണ് നമ്മളെ ഈ പതറാതെ ഈ ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിൽക്കാനായിട്ട് ഇടവരുത്തുന്നത്. ഞാനതുകൊണ്ട് എപ്പോഴും ഓർക്കും, നമ്മുടെ കഴിഞ്ഞ തലമുറയുടെ പ്രാർത്ഥനാ ചൈതന്യം, കഴിഞ്ഞ ഒരു തലമുറയുടെ ഒരു വിശ്വാസം, അതൊക്കെ എന്നെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്, എൻ്റെ അമ്മ മരിച്ചിട്ട് അതിൻ്റെ 41ൻ്റെ പ്രാർത്ഥന, മലബാറിൽ അങ്ങനെ 41ാം ദിവസം പള്ളിയിൽ കുർബാന അർപ്പിക്കും, സിമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പ്രാർത്ഥന ശുശ്രൂഷയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ബന്ധുക്കളും പ്രിയപ്പെട്ടവരൊക്കെ പോയി വീട്ടിൽ അപ്പച്ചനും സഹോദരങ്ങളും 2 സഹോദരിമാരും ഞാനും മാത്രം ബാക്കിയായി. അപ്പോൾ എൻ്റെ ഇളയ സഹോദരി, നമുക്ക് അമ്മയുടെ പെട്ടി തുറന്നു നോക്കാം. അപ്പം അമ്മയുടെ പെട്ടിയുടെ അടുത്തേക്കൊന്നും ഞങ്ങൾ അങ്ങനെ വിടത്തില്ലായിരുന്നു. അപ്പോൾ അന്നേ ഞങ്ങളുടെ ചിന്തയിൽ എന്തോ കാര്യമായിട്ടൊക്കെ ഉണ്ടെന്നുള്ള ധാരണയാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ 41 തന്നെ അമ്മയുടെ പെട്ടിയൊക്കെ തുറക്കാമെന്നൊക്കെ പെങ്ങന്മാർ പറയാൻ സാധ്യത. ഏതായാലും അവിടെ ചെന്ന് ഈ പെട്ടി തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഈ ചട്ടയും മുണ്ടും കവണിയൊക്കെ അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. എന്തോ കിട്ടും, എന്തെങ്കിലും കാര്യമായിട്ട് കരുതലുണ്ടാകുമെന്ന് ചെയ്തവർക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതെല്ലാം എടുത്തെടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും അടിയിൽ ഈ ഒരു സ്വർണ്ണമൊക്കെ പൊതിയുന്ന ഒരു വയലറ്റ് കളറിലുള്ള ഒരു എന്താ പറയുക, ഒരു കടലാസിൽ എന്തോ ഗൗരവമായി ഇതെന്തോ നന്നായിട്ട് പൊതിഞ്ഞു വെച്ച്. സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിച്ചത് സ്വർണ്ണമാണ്, അല്ലെ മറ്റെന്തോ സ്വർണ്ണാഭരണങ്ങളായിരിക്കും, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇന്ന് ഭയങ്കര സന്തോഷത്തോടെ അതെടുത്ത് അത് തുറന്നു നോക്കുമ്പോൾ എല്ലാവരും ചിരിച്ചു, എനിക്ക് അതിന് ചിരിക്കാൻ പറ്റിയില്ല. അതെൻ്റെ ലോഹയുടെ ഒരു 18 ബട്ടൺസ് ആയിരുന്നു. ഞാനെന്നോ വീട്ടിൽ വന്നിട്ട് തിരികെ പോയപ്പോൾ ലോഹ കൊണ്ടുപോയി ബട്ടൺസ് എടുക്കാനായിട്ട് മറന്നുപോയി. അത് ഞാനത് ഓർത്ത് വെക്കുന്നത്, ഈ വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന പവിത്രതയോടെ ലോഹയുടെ ബട്ടൺ സൂക്ഷിക്കുന്ന ഒരു അമ്മയെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരു പൗരോഹിത്യത്തിൻ്റെ മഹത്വം എത്ര വലുതാണ് എന്നത് മാതാപിതാക്കളുടെ പെരുമാറ്റവും അവിടെ ശൈലിയും രീതിയും കൊണ്ട് ഞാൻ തന്നെ ആർജിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയ്ക്കോ സഭയെ കണക്കാക്കുക, പൗരോഹിത്യത്തെ കണക്കാക്കുക, പ്രാർത്ഥനയെ കണക്കാക്കുക, പുരോഹിതരെ കണക്കാക്കുക, അല്ലെ സന്യസ്തരെ കണക്കാക്കുക, അല്ലെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരിക, ഇതൊക്കെ കഴിഞ്ഞൊരു തലമുറയുടെ ബോധ്യങ്ങൾ എത്രയോ ആഴപ്പെട്ടതായിരുന്നു. അതനുസരിച്ച് പ്രവൃത്തി. ഞാൻ ഓർക്കുന്നുണ്ട്, അത്താഴം കഴിച്ചു കഴിയുമ്പോൾ അമ്മ പറയും, മോനെ പോയി കിടന്നുറങ്ങിക്കോ, നാളെ സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ, പോയി കിടന്നുറങ്ങി, പക്ഷേ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് കിടങ്ങണ്ട കേട്ടോ എന്ന് പറയും. അപ്പം പോയി പ്രാർത്ഥിച്ചിട്ടെല്ലാം കിടന്നുറങ്ങുന്നത്. പക്ഷേ എപ്പോഴോ ഉറക്കത്തിൽ അധികം നേരമൊന്നും ആയിട്ടുണ്ടാവില്ല, കിടന്ന നേരം ഉറങ്ങിപ്പോകുന്നതായിരിക്കാം. ഇത്ര കഴിയുമ്പോഴത്തേന് അമ്മ മോനെ മോനെ എന്ന് വിളിക്കുമ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കുന്നത്. അമ്മ അടുത്തൊന്നും ഇരിക്കുന്നുണ്ട്. ഏക്ക് എന്താ ഏക്ക്, അതെന്താ പ്രാർത്ഥിച്ചില്ല? അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മയെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരുത്തിയിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട്, അമ്മ ഇങ്ങനെ കൈ പിടിച്ചിട്ട്, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കും. എന്നിട്ട് അമ്മ പ്രാർത്ഥന ചൊല്ലിത്തരും. ഈശോയെ കാത്തുകൊള്ളണേ, മിടുക്കനാക്കണേ. ഇത്രയും പ്രാർത്ഥിപ്പിച്ചിട്ട് ഉറക്കുക, ഈശോയെ കാത്തുകൊള്ളണേ, മിടുക്കനാക്കണേ. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കുന്നത്, ഞാൻ ധ്യാനിപ്പിക്കുന്ന ഒരച്ഛനാണ്. ജനത്തിന് ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുമ്പോൾ എൻ്റെ നാവ് ഈ പ്രാർത്ഥനയുടെ അഭിഷേകത്തിലേക്ക് വരുന്നത് നന്നേ ചെറുതല്ലേ. അമ്മ ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു, ഈശോയെ കാത്തുകൊള്ളണേ, നന്നായി വളർത്തണേ, മിടുക്കനാക്കണേ എന്നുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ ഒരു തലമുറയുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ആ ഒരു ആഴമായ വിശ്വാസമാണ് ഇന്നെങ്കിലും കുറേ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരങ്ങളിലായിരുന്നു കുർബാന. അപ്പോൾ അമ്മ പള്ളി കൊണ്ടുപോകും. അമ്മ പള്ളിയിൽ കൊണ്ടുപോയിട്ട്, അന്ന് ഞാൻ നന്നേ ചെറുതാ, ഞാനത് ഓർത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് പള്ളി കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുട്ടുമേ നിൽക്കും. അപ്പോൾ വലിയ തിരിച്ചറിവുള്ള പ്രായമൊന്നുമല്ല. എന്നിട്ട് മുമ്പിൽ അൾത്താരയിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ആരാധന കഴിഞ്ഞിട്ടാണ് കുർബാന. അപ്പം അതിൻ്റെ മുമ്പിലെ മുട്ടുമേ നിന്നിട്ട് എന്നെ അമ്മ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് ചെറുതായിട്ട് ചൂണ്ടിക്കാണിക്കും, മോനെ ഈശോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും.
അപ്പം ഞാൻ നോക്കും ഈശോയൊന്നും കാണുന്നില്ല. എവിടെ ഈശോ ഉള്ള, എവിടെ ഈശോയൊന്നുമില്ല. ഇവിടെ കുറെ തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പൂക്കൾ വെച്ചിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ തിളങ്ങുന്ന ഒരു പാത്രം പോലത്തെ സംഭവത്തിൽ ഒരു വെളുത്ത അപ്പം അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എവിടെ ഈശോ നോക്കിയിട്ടൊന്നും ഞാൻ ഈശോയെ കാണുന്നില്ല. അപ്പം അമ്മേ ഈശോ എവിടാണ് എന്നെ ചോദിക്കാനായിട്ട് ഞാൻ തിരിഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഇങ്ങനെ ചുണ്ടനക്കി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന കണ്ടപ്പോൾ എൻ്റെ ചോദ്യം മാഞ്ഞുപോയി. ഈ പ്രാർത്ഥന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ തൊട്ട് മുമ്പിൽ ഉണ്ട്. ഈശോ ഇല്ലെങ്കിൽ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുകയില്ല. ആ സത്യത്തില് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ ഒരു മുഖത്ത് ഈശോയെ കണ്ട് വളർന്ന ഒരു കൊച്ചാണ് ഞാൻ. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന അതേ ഒരു അനുഭവം എന്നിലേക്ക് പങ്കുവെച്ചത് അമ്മയുടെ ആ പ്രാർത്ഥനയുടെ ശാരീരിക ഭാഷയാണ്. കണ്ണടച്ച് കരങ്ങളിങ്ങനെ കൂപ്പി ചുണ്ടനക്കി പ്രാർത്ഥിക്കുമ്പോൾ സത്യമായി മുമ്പിൽ ഈശോ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ ഇടവകയിലൊക്കെ ആയിരുന്നപ്പോൾ നന്നേ ചെറുതിൽ മിഷൻ ലീഗിൽ നിർബന്ധമായിട്ടും ചേരണം. അന്ന് ചെറുതാണോ മിഷൻ ലീഗിൽ ചേരാതിരിക്കാൻ പറ്റിയല്ല. ഈ മിഷൻ ലീഗിൽ ചേരുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഒരു മാനുവൽ ബുക്കുണ്ട്. അതൊക്കെ എത്രയോ ദൈവിക പദ്ധതിയായിരുന്നൊക്കെ ഞാൻ ഇന്ന് ഓർക്കുക. ആ ഒരു മാനുവൽ ബുക്ക് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ പോയി അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. അച്ഛാ എനിക്ക് തരൂ, നിനക്ക് എഴുതാനറിയോ? എനിക്ക് എഴുതാനൊക്കെ അറിയാം. ഓക്കെ, നീ പുണ്യമൊക്കെ ചെയ്യുമോ? ഞാൻ പുണ്യമൊക്കെ ചെയ്യും. അങ്ങനെ പേരൊക്കെ എഴുതിയെടുത്തിട്ട് ഈ മിഷൻ ലീഗിൻ്റെ മാനുവൽ ബുക്ക് തരും. അപ്പം ഈ മാനുവൽ ബുക്കിലുള്ളത് ഒരാഴ്ചയിൽ കുർബാന എത്ര പ്രാവശ്യം കണ്ടു, എത്ര ജപമാലയിൽ പ്രാർത്ഥിച്ചു, എത്ര പുണ്യപ്രവർത്തികൾ ചെയ്തു, എത്ര ആശയടക്കങ്ങൾ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടത്, ഇതിൻ്റെ എഴുതി വെക്കേണ്ടത്. എന്നിട്ട് ടോട്ടൽ എത്രയുണ്ട് എന്നിങ്ങനെ വെക്കണം. എന്നിട്ട് ആഴ്ചയിലെ അവസാനം അല്ല മാസത്തിൻ്റെ അവസാനം ഇതെല്ലാം നോക്കും. ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ നിന്റെ ചേട്ടൻ്റെ മാനുവൽ ബുക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. ആ നോക്ക്. ഞാനിങ്ങനെ ചേട്ടൻ്റെ മാനുവൽ ബുക്ക് തപ്പി നടക്കുക. ചേട്ടൻ ഇതെവിടെയോ കാണാതെ വെച്ചിരിക്കുക. കാരണം ഞാനിത് കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ എത്ര പുണ്യപ്രവൃത്തിയുണ്ട്, ചേട്ടൻ എത്ര കുർബാനയുണ്ടെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചാൽ ഞാൻ അതിനേക്കാൾ കൂടുതൽ ചെല്ലുമെന്ന് ചേട്ടൻ അറിയാം. അതുകൊണ്ട് ഞാൻ കാണാൻ ചേട്ടന് വെച്ചിരിക്കുക. അതുകൊണ്ടായിരിക്കും അമ്മ പറഞ്ഞത് നീ ചേട്ടൻ്റെ മാനുവൽ ബുക്ക് കണ്ടോ എന്നുള്ളത്. ഞാനിത് തപ്പിപ്പിടിച്ചെടുത്തപ്പോൾ ആ ആഴ്ചയിൽ ഞാൻ കണ്ടതിനേക്കാൾ കുർബാന ചേട്ടൻ കുർബാന പങ്കുചേർന്നിട്ടുണ്ട്. ഞാൻ ചെയ്തതിനേക്കാൾ പുണ്യപ്രവൃത്തി ചേട്ടൻ ചെയ്തു. ആഹാ, എന്നാൽ ഇപ്പം കാണിച്ചു കൊടുക്കാം. ഉടനെ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി എവിടാ ഒരു പുണ്യപ്രവൃത്തി ചെയ്യേണ്ടത്, എവിടാണ് ഒരു പ്രാർത്ഥന എത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു 4 പുണ്യപ്രവൃത്തി ചേട്ടനേക്കാൾ കൂടുതൽ ചെല്ലേണ്ടത് എന്നിങ്ങനെ ഒരു തീക്ഷ്ണതയാണ്. എന്നിട്ട് എവിടെയെങ്കിലും അമ്മ എന്തെങ്കിലും അലക്കാനുണ്ടോ, അമ്മ പാത്രം കഴുകാനുണ്ടോ, പുണ്യപ്രവൃത്തിയല്ലേ. അപ്പോൾ ഞാൻ പിന്നീട് ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ, ശരിക്കും പറഞ്ഞൊരു മത്സരം പോലെ ചെയ്യിപ്പിച്ചതാണെങ്കിലും പുണ്യം ചെയ്യണം, പുണ്യപ്രവൃത്തി ചെയ്യണം, ഓരോ ദിവസം അങ്ങനെയാണ് വിശുദ്ധീകരിക്കേണ്ടത് എന്നറിയാതെ ഉള്ളിലേക്ക് ഇങ്ങനെ എത്തുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ ഈ ഒരു ആത്മീയ ചൈതന്യമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. പൂർവികരുടെ പ്രാർത്ഥനയും കൂട്ടായ്മയും നമുക്ക് മറക്കാതിരിക്കാം. അർത്ഥശൂന്യമായ പ്രാർത്ഥനകൾക്കപ്പുറം നന്ദിയുടെ പ്രാർത്ഥനകൾ നമുക്ക് ആരംഭിക്കാം. ഹൃദയത്തിന്റെ നെടുവീർപ്പുകൾ അത് പ്രാർത്ഥനയായി ഉയരുമ്പോൾ ദൈവസന്നിധിയിൽ നാം വിലപ്പെട്ടവരായി മാറും. നസ്രായ തനിമയിലേക്ക് ഒന്ന് തിരിച്ചു നടക്കാം. തനി നസ്രാണി ഇനി അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുതേ. തനി നസ്രാണി, ഷെക്കിയാന ന്യൂസ്, പട്ടിക്കാട് PO, മുടിക്കോട്, തൃശൂർ.